ബിസ്മില്ല അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ജീവിച്ച് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിലുകൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒട്ടനേകം ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് അല്പം വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ, ഏകദേശം 10-11ഓളം പേരുകൾ നമ്മൾ വിശദീകരിച്ച് പഠിച്ചിട്ടുണ്ട്. വിശദമായി ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും നമ്മുടെ ഒരു സമയത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ദീർഘമായൊരു വിശദീകരണം ആ ഒരു ക്ലാസ്സിൽ നൽകാത്തത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഇതുമായി തഫ്സീറുകൾ വായിച്ച് നോക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറുകൾ വായിച്ച് നോക്കിയാൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മീസത്താണ്, ഒരു പ്രത്യേകത. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതയായി എടുത്തു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിച്ചു തരുന്ന ഒരധ്യായമാണ്. അഥവാ നമ്മൾ പല ആളുകളും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവേണ്ടതാണ്. ഈത്തപ്പനയുടെ ഇലകൾ കൊഴിഞ്ഞു പോവാത്തതുപോലെ തന്നെ വിശ്വാസിയുടെ പ്രാർത്ഥന ഒരിക്കലും ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകരുത് എന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ റസൂലിൻ്റെ ഹദീസിനെ വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. യാത്രയിലും, അതേപോലെ തന്നെ നമ്മുടെ ഉറക്കവേളയിലും, അതേപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളായി ജീവിക്കണമെന്നാണ്. പ്രാർത്ഥിക്കാത്ത ആളുകളെ അള്ളാഹുവിന് ഭയങ്കരമായ ദേഷ്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണ്. വ്യത്യസ്തമായ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അർപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ പ്രാർത്ഥനയുടെ മര്യാദ അത് നമ്മളിൽ പല ആളുകളും അവഗണിക്കാറാണ് പതിവ്. ചില ആളുകൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ സൂറത്തുൽ ഫാത്തിഹ, പ്രാർത്ഥനയുടെ ഒരുപാട് മര്യാദകളുണ്ട്, അത് മുഴുവൻ പഠിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. എങ്കിലും സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മര്യാദയുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജില ഹാദ, ഇയാൾ ധൃതി കാണിച്ചു. അഥവാ ഒരാൾ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്, അങ്ങനെ അദ്ദേഹം വേഗം തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ നബി പറയാണ്, അദ്ദേഹം ധൃതിപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി അദ്ദേഹത്തോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇദാ സ്വല്ല അഹദുക്കും ഫൽയബ്ദ ബിഹംദില്ലാഹി വസ്സനാഇ അലൈഹി, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആദ്യം അള്ളാഹുവിനെ ഹംദ് ചൊല്ലിക്കൊണ്ട്, അതേപോലെ അള്ളാഹുവിനെ സനാഇ ചെയ്തുകൊണ്ട്, വാഴ്ത്തിക്കൊണ്ട് വേണം തുടങ്ങാൻ. പിന്നീട് പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുകയും പിന്നെ തൻ്റെ ആവശ്യം അള്ളാഹുവിനോട് പറയുകയും വേണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ട മര്യാദയാണ് അള്ളാഹുവിനെ സ്തുതിച്ച്, അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞ്, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി പിന്നെ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയാം. സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്കറിയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്.
അർ-റഹ്മാനി റഹീം, മാലിക്കി യൗമിദ്ദീൻ എന്നതൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അതിനുശേഷമാണ് എന്ത് ചോദിക്കുന്നത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവേ, നീ എനിക്ക് ഹിദായത്ത് അഥവാ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു കൃത്യമായ മര്യാദ ആ ഒരു സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം അള്ളാഹുവിൻ്റെ പേരിൽ ഹംദ് ചൊല്ലുക, ശേഷം അള്ളാഹുവിനെ സനാഇ ചെയ്യുക അഥവാ വാഴ്ത്തി പറയുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ മതിയാകുന്നതാണ്. രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലണം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അതല്ലെങ്കിൽ അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം. ഏതായാലും റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പ്രത്യേകത മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഇബ്നു തൈമിയയെക്കുറിച്ച് ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുകയാണ്, തഅമ്മൽതു അൻഫഅദ് ദുആ. ഇബ്നു തൈമിയ റഹിമഹുല്ല ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന സംഗതി എന്താണ് എന്ന് അന്വേഷിച്ചു. അഥവാ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നത് എന്താ? അപ്പോൾ അതിനെക്കുറിച്ച് ഇബ്നു തൈമിയ റഹിമഹുല്ല അന്വേഷിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദുആ, പ്രാർത്ഥനയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യം പ്രാർത്ഥനയാണ്. അങ്ങനെ ഇബ്നു തൈമിയ റഹിമഹുല്ല ഏറ്റവും പ്രയോജനപ്രദമായ പ്രാർത്ഥന ഏതാണ് എന്നാണ് പിന്നീട് അന്വേഷിച്ചത്. ഏറ്റവും മനുഷ്യന് പ്രയോജനപ്പെടുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഫൈദാ ഹുവ സുആലുൽ ഔനി അലാ മർളാത്തിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. അങ്ങനെ അദ്ദേഹം അത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പ്രാർത്ഥന സൂറത്തുൽ ഫാത്തിഹയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥനയായിക്കൊണ്ട് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നത്. അതിൽ അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടമുണ്ട്, അള്ളാഹുവിലേക്കുള്ള വിധേയത്വം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മെ പ്രത്യേകം ഉണർത്തിയ ഒരു സംഗതിയാണ്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. വേറൊരാളോടും നമ്മുടെ ആദർശമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നത്. മറ്റ് റബ്ബല്ലാത്ത ഒരാളോട് തേടാൻ നമ്മൾക്കൊരിക്കലും പാടില്ല. വിശുദ്ധ ഖുർആൻ്റെ കാതലായ വശം അത് തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ കാതലായ വശത്തെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ആയത്ത് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ആ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിൻ്റെ കാതലായ വശത്തെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, അവനോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുക നമുക്ക് പാടുകയുള്ളൂ. അല്ലാത്ത ഒരാളോട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. റബ്ബിനോട് മാത്രമേ നമ്മൾ സഹായം തേടാൻ പാടുള്ളൂ. റബ്ബല്ലാത്ത ഒരാളോടും നമ്മൾ സഹായം തേടുന്നൊരവസ്ഥ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. കാരണം അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ നമ്മൾ ഷിർക്കിലെത്തി, ഷിർക്ക് നമ്മളെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മുടെ ക്ലാസ്സിൽ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ട് പ്രത്യേകതകളാണ്. സൂറത്തുൽ ഫാത്തിഹ അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ട് പ്രത്യേകത. ഒന്ന്, സൂറത്തുൽ ഫാത്തിഹ ദുആഇൻ്റെ അദബ് പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യായമാണ്. അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ പ്രാർത്ഥനയുടെ മര്യാദ എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം അത് പ്രാർത്ഥനയാണ്.
ആ പ്രാർത്ഥനകളിൽ തന്നെ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹിൻ്റെ തൃപ്തിക്കു വേണ്ടി അള്ളാഹിൻ്റെ സഹായം തേടലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി അള്ളാഹുവിൻ്റെ സഹായം തേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രാർത്ഥനയാണെന്ന് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതും സൂറത്തുൽ ഫാത്തിഹയിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 കാര്യങ്ങൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കാര്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അള്ളാഹു നമുക്ക് മനസ്സിന് വിശാലതയും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.